ഷാഫി പറമ്പിൽ എംപിയുടെ കടുംപിടുത്തത്തിന് വഴങ്ങി പാലക്കാട് മണ്ഡലത്തിൽ ചലച്ചിത്ര താരം രമേഷ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ജില്ലാ നേതൃത്വം നൽകിയ പേരുകൾ വെട്ടിയാണ് ഷാഫി നിർദ്ദേശിച്ച പിഷാരടിയിലേക്ക് KPCC നേതൃത്വം എത്തിയത്. പിഷാരടി പാലക്കാട് മത്സരിക്കുന്നത് UDF-ന് ഗുണം ചെയ്യുമോ എന്നാണ് ന്യൂസ് ആംഗിൾ ഇന്ന് പരിശോധിക്കുന്നത്. പാലക്കാട് നിന്ന് സച്ചിൻ വള്ളിക്കാട്ടാണ് ന്യൂസ് ആംഗിളിൽ ചേരുന്നത്. ഗുഡ് മോർണിംഗ് സച്ചിൻ. ഈ ഒരു തീരുമാനം, ഈ ഒരു ആലോചന അത് കുറച്ച് നാളുകളായി നിലനിൽക്കുന്നതാണ്. രമേഷ് പിഷാരടി തന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ സച്ചിൻ അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായി രമേഷ് പിഷാരടി പ്രതികരിക്കുമ്പോൾ ഏതാണ്ട് അത് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുമുണ്ട്. ആ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. അവിടെ ഇങ്ങനെ രമേഷ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യും എന്ന് കരുതാമോ? മറ്റ് സമവാക്യങ്ങൾ ഏതെല്ലാമാണ് രമേഷ് പിഷാരടിക്ക് അനുകൂലമോ പ്രതികൂലമായി മാറാൻ സാധ്യതയുള്ളത്? ഹർഷൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2011 മുതൽ UDF-ന്റെ കുത്തക മണ്ഡലം എന്ന് തന്നെ പാലക്കാടിനെ പറയാം. കാരണം അന്നത്തെ KSU നേതാവായിരുന്ന ഷാഫി പറമ്പിലാണ് പാലക്കാട് മണ്ഡലം UDF പാളയത്തിലേക്ക് LDF പാളയത്തിൽ നിന്നും എത്തിക്കുന്നത്. അതിനാൽ തന്നെ ഘട്ടം ഘട്ടമായി 2011-ലും 2016-ലും 2021-ലും ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് പാലക്കാട് വിജയിച്ചിരുന്നത്. എന്നാൽ 2021-ൽ മാത്രമാണ് ശക്തമായ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ഷാഫിക്ക് ലഭിക്കാതിരുന്നത്. അന്ന് BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥിയായി അന്ന് വന്നിരുന്നത് മെട്രോമാൻ ശ്രീധരനായിരുന്നു. അതിനാൽ തന്നെ 3000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചത്. എന്നാൽ പോലും BJP-യുമായി ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിൽ വിജയിക്കുന്നു. അതിനുശേഷം ഷാഫി പറമ്പിലിൻ്റെ ഗ്രാഫ് കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകര MP-ആയി മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് വടകരയിൽ ഷാഫി പറമ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജയെ തോൽപ്പിച്ചുകൊണ്ട് വിജയിക്കുകയും തുടർന്നാണ് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതും. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ 18,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ പാലക്കാട് ജയിക്കുന്നതും. അതിനാൽ തന്നെ പാലക്കാട്ടെ കോൺഗ്രസിന്റെ അടിത്തറ ഇളകിയിട്ടില്ല എന്ന് തന്നെ ആ ഉപതെരഞ്ഞെടുപ്പിൽ മനസ്സിലായിരുന്നു. BJP 2ാം സ്ഥാനത്ത് പാലക്കാട് നിലനിൽക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉയർന്നു വന്ന വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് വേണമെന്ന ആവശ്യം DCC-യും അതേപോലെ തന്നെ KPCC നേതൃത്വമെല്ലാം AICC-യോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഷാഫിയുടെ പിൻഗാമിയായി ഷാഫിയുടെ നോമിനിയായി വീണ്ടും ഒരു സ്ഥാനാർത്ഥി പാലക്കാടേക്ക് എത്തുന്നു. കാരണം പാലക്കാട് DCC മറ്റ് സ്ഥാനാർത്ഥി K മുരളീധരൻ, അതേപോലെ തന്നെ മുൻ IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥ് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ പാലക്കാട് പരിഗണിക്കണമെന്ന് KPCC നേതൃത്വത്തോട് പാലക്കാട് DCC-യും അതേപോലെ തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലും ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെ നടനും കോൺഗ്രസിന്റെ അനുഭാവി കൂടിയായിട്ടുള്ള രമേഷ് പിഷാരടിയെ പാലക്കാടേക്ക് കൊണ്ടുവരുന്നു. പല പരിപാടികൾക്കകത്തും ഷാഫി പറമ്പിലിൻ്റെയും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പല പരിപാടികൾക്കകത്തും രമേഷ് പിഷാരടി പാലക്കാട് പങ്കെടുത്തിരുന്നു. വലിയൊരു ജനകീയമായ രീതിയിൽ തന്നെയായിരുന്നു രമേഷിൻ്റെ ഇടപെടലും ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് വടകര MP കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ ഇപ്പോൾ രമേഷ് പിഷാരടിയെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന് KPCC നേതൃത്വത്തോടും AICC നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ പാലക്കാട് മണ്ഡലത്തിൽ ഒറ്റപ്പേരിലേക്ക് എത്തുന്നു. രമേഷ് പിഷാരടി പാലക്കാട് മണ്ഡലത്തിൽ ഏകദേശം മത്സരിക്കും എന്ന ഒരു വിവരം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇന്നലെ രമേഷ് പിഷാരടി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലും അത് ഏകദേശം വ്യക്തമായിരുന്നു. പ്രധാനമായും അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശിച്ചതിന് ശേഷം പാലക്കാടുമായിട്ട് വലിയ ജനകീയ വൈകാരികമായ ബന്ധങ്ങൾ ഉണ്ട് എന്ന കാര്യം രമേഷ് പിഷാരടിയും സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്.